നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഉണ്ടാക്കാത്തതേ നിങ്ങളെല്ലാം ദേവദൂതന്മാരായതുകൊണ്ടല്ല, ഇതിനൊന്നും മറുപടി പറയാൻ സമയമില്ലാത്തതുകൊണ്ടാ. സമയം കാണില്ല. ആ നേരം കൂടി ഭർത്താക്കന്മാരുടെ തലയിൽ കയറി ഇരിക്കാലോ, വഴക്കിട്ട് സ്വസ്ഥത കളയാവല്ലോ. ഞാനാണോ തല കയറിയത്? ഞാനാണോ വഴക്കിട്ടത്? എന്റെ ജോലിയിൽ തടസ്സം ഉണ്ടാക്കിയത് നിങ്ങളല്ലേ? തടസ്സം ഉണ്ടാക്കിയെങ്കിൽ ഞാൻ തന്നെ ഈ പത്രവും പാലും വിതരണം ചെയ്യും. ഏതൊക്കെ വീടുകളിൽ കൊടുക്കണമെന്ന് നിങ്ങൾക്കറിയാമോ? അതറിയാതെ നിങ്ങൾ എങ്ങനെ വിതരണം നടത്തും? ഇന്ത്യയിലെ ഏറ്റവും മികച്ച യുവ ബിസിനസ്സുകാരനെന്ന അവാർഡ് കിട്ടിയവനാണ് ഞാൻ. എനിക്ക് ഈ പത്രവിതരണം വെറും കുട്ടിക്കളിയാ. ഒരു ലിസ്റ്റും ഇല്ലാതെ പത്രവും പാലും ഞാൻ എത്തേണ്ട അടുത്ത് എത്തിക്കും. എങ്കിലേ എനിക്കതൊന്ന് കാണണം. എടി മോളെ നിധി, ഈ ഗൗതം ഗോപിനാഥിന്റെ കളി ബുദ്ധി കൊണ്ടാ. ബുദ്ധിയില്ലാത്ത നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ബുദ്ധി കൊണ്ടേ നിങ്ങൾ ഇതൊക്കെ ഒന്ന് വിതരണം ചെയ്ത് കാണിക്ക്, എന്നിട്ട് മതി വാചകോടി. ശരി, റോക്കറ്റ് പോലുള്ള എന്റെ ബുദ്ധി നീ കണ്ണു തുറന്ന് കാണും. മാന്യ മഹാജനങ്ങളെ, നിധി എന്ന അഹങ്കാരിയും തന്നിഷ്ടക്കാരിയും ഭർത്താവിനെ ബഹുമാനിക്കാത്ത പെണ്ണുമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അവളുടെ ഹതഭാഗ്യനായ ഭർത്താവാണ് ഞാൻ. ഒന്ന് നിർത്ത് പ്ലീസ്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. എന്നെ നാണം കെടുത്തല്ലേ പ്ലീസ്. ആരെങ്കിലും ഒക്കെ വന്ന പിന്നെ നാണക്കെടാവും. ബഹുമാന്യരെ, നിധിയെ കുറിച്ച് ഞാൻ പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു. അവൾ സുന്ദരിയും സുശീലയും ഭർത്താവിനെ കൺകണ്ട ദൈവമായിട്ട് ആരാധിക്കുന്നവളുമാണ്. അങ്ങനെ നമ്മുടെ എല്ലാം കണ്ണിലുണ്ണിയായ നിധിയുടെ കയ്യിൽ നിന്നും പത്രവും പാലും വാങ്ങേണ്ടവർ ഈ വാഹനത്തിനടുത്തേക്ക് കടന്നു വരേണ്ടതാണ്. നിങ്ങൾക്ക് വിതരണം ചെയ്യാനായി നിധി കാത്തിരിക്കുന്നു. അരയ്ക്കാതെ മടിക്കാതെ കടന്നു വരൂ. ആദ്യം വരുന്ന 10 പേർക്ക് നിധി സ്വന്തം കയ്യൊപ്പിട്ട പത്രം നൽകുന്നതാണ്. പോരാ, നിനക്ക് തീരെ ശക്തിയില്ല. എനിക്കിതൊക്കെ പുഷ്പഹാരങ്ങളായിട്ടാണ് തോന്നുന്നത്. ആഹാ, എന്ത് സുഖം, എന്തൊരു സോഫ്റ്റ്. പട്ടുപോലുള്ള ഈ കൈകൾ നീ എവിടെ നിന്ന് സ്വന്തമാക്കി? നീ ഏത് സോപ്പാണ് ഉപയോഗിക്കുന്നത്? നിന്റെ മൃദുലമേനിയുടെ രഹസ്യം ആ സോപ്പാണോ? ആദ്യ സോപ്പിന്റെ പരസ്യം നിർത്തിയിട്ട് സാറിന് ടൂത്ത് പേസ്റ്റിന്റെ പരസ്യം പറ. ഇനി പ്രയോഗിക്കാൻ പോകുന്നതേ എന്റെ സ്ട്രോങ് ആയ പല്ലുകളോ. സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം. പ്രേമവതിയാം എൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. അതെ, ഇറങ്ങ് സാറേ. എന്തിനു? ഈ കാളരാഗം കേട്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്തതുകൊണ്ട്. ഞാൻ ഈ ഗ്രാമത്തെയും പ്രേമവതിയായി നിന്നെയും വർണ്ണിക്കുക. അതിന് രാഗം പ്രശ്നമേ അല്ല. അതെ, ഇത് ഗ്രാമമാണെന്ന് സാറ് മാത്രമേ പറയൂ. പിന്നെ മര്യാദക്ക് ഇറങ്ങിയില്ലെങ്കിൽ പ്രേമവതിയായ ഞാൻ ഒരു ഭീകരയക്ഷിയാണെന്ന് സാറിന് മാറ്റി പാടേണ്ടി വരും. എന്താ മോളെ ഇത്? കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ജോലി ചെയ്യാന്ന് കരുതിയിട്ടാ ഞാൻ നിന്റെ കൂടെ വന്നത്. നമുക്ക് എൻജോയ് ചെയ്ത് പോവാന്നേ. അതെ, സാർ ഇറങ്ങുന്നോ അതോ ഞാൻ തള്ളി താഴെ ഇടണോ?